പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 2-ാം വാക്യം. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷം ഉണ്ട്. അത് 12 വിധ ഫലം കായ്ച്ച് മാസം തോറും അതതു ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നദി ഒഴുകുമ്പോൾ നിത്യതയുടെ തുറമുഖത്ത് ഇതാ ഹല്ലേലൂയ അപ്പസ്തലനായ യോഹന്നാൻ കാണുന്ന ദർശനത്തിൽ നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷത്തെ കാണുന്നു. ജീവൻ്റെ വൃക്ഷം എവിടെയുണ്ടോ അവിടെ എല്ലാ മാസവും അതതു ഫലം കായ്ക്കും. ഓരോ മാസവും ഫലം കായ്ക്കുന്ന ജീവൻ്റെ വൃക്ഷം. ഹല്ലേലൂയ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവൻ്റെ വൃക്ഷമായി നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഇറങ്ങി വന്നു. ആ വൃക്ഷത്തെ നമ്മുടെ ഉള്ളിൽ നാം വഹിക്കുമ്പോൾ, ആ വൃക്ഷം നമ്മിൽ വളരുമ്പോൾ നമുക്ക് ഹല്ലേലൂയ ജീവൻ്റെ ഫലം ദൈവം തരും. ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് ജീവൻ്റെ ഫലമാണ് പുറപ്പെടുന്നത്. ഹല്ലേലൂയ. അതതു മാസം അതതു ഫലം കായ്ക്കും. ഇന്ന് പകൽക്കാലവും നമ്മിലൂടെ ഫലത്തെ പുറപ്പെടുവിക്കുവാൻ നമ്മിൽ വസിക്കുന്ന ദൈവത്തിന് സാധിക്കും. മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് കൊലോസ്യർ 1:27 നാം വായിക്കുന്നു. നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് മരിച്ച് മൺമറഞ്ഞ ഒരു ദൈവമല്ല, നമ്മുടെ ഉള്ളിൽ ജീവനുള്ള ദൈവമാണ് വസിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതവും അതുതന്നെയാണ്. നിങ്ങൾക്കറിയാമല്ലോ, വേദപുസ്തകം പറയുന്നു, ഹല്ലേലൂയ, ആദ്യത്തെ ദേവാലയമുണ്ടാക്കിയ ശലോമോൻ ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, ദൈവമേ, നീ സ്വർഗാദി സ്വർഗത്തിലും അടങ്ങാത്ത ഒരു ദൈവമാണ്. എങ്കിലും ഞാനുണ്ടാക്കുന്ന ഈ ഒരു ആലയത്തിൽ ഹല്ലേലൂയ നിനക്ക് വസിക്കാൻ പറ്റത്തില്ല എങ്കിലും ഹല്ലേലൂയ ഇവിടെ നിന്ന് മുഴങ്കാലും അടങ്ങുമ്പോൾ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. ദൈവം ഹല്ലേലൂയ ഒരു മനുഷ്യനിർമ്മിതമായ ദേവാലയത്തിൽ ഒതുങ്ങത്തില്ലെന്ന് ഹല്ലേലൂയ ശലോമോൻ രാജാവിന് മനസ്സിലായെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത്, മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു അത്ഭുതവും അത് തന്നെയാണ്. സ്വർഗാദി സ്വർഗത്തിലും അടങ്ങാത്ത ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നാം ദൈവത്തിൻ്റെ ആലയം അത്രേ, ദൈവത്തെ വഹിക്കുന്നവരത്രേ. അങ്ങനെയെങ്കിൽ നാം കടന്നു പോകുന്ന ഏത് ജീവിത സാഹചര്യത്തിലും കർത്താവിൻ്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തുവാൻ നമ്മെക്കൊണ്ട് സാധിക്കും. നാം കാലുവെക്കുന്ന സ്ഥലങ്ങളിൽ അനുഗ്രഹമായി തരും. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറയുന്നത്, നിങ്ങൾ അകത്ത് വരുമ്പോഴും നിങ്ങൾ പുറത്തു പോകുമ്പോഴും നിങ്ങളൊരു അനുഗ്രഹ വിഷയമായിരിക്കും. നിങ്ങൾ എവിടെ പോയാലും അനുഗ്രഹ വിഷയമായിരിക്കും. ഹല്ലേലൂയ. ഇതാ ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നു, ഈ ജീവൻ്റെ വൃക്ഷമുള്ളിടത്ത്, ജീവജല നദി ഒഴുകുന്ന സ്ഥലത്ത് ഹല്ലേലൂയ എല്ലാ മാസവും അതതു മാസവും അതതിൻ്റെ ഫലം കായ്ക്കും. ഹല്ലേലൂയ. ഫലം കൊടുക്കുന്ന ഒരു ജീവിതമായി നമ്മുടെ ജീവിതത്തെ ദൈവം മാറ്റും. നാം പോകുന്ന സ്ഥലങ്ങളിൽ, വരുന്ന സ്ഥലങ്ങളിൽ സീസൺ നോക്കാതെ, കാലാവസ്ഥ നോക്കാതെ, ചുറ്റുപാടുകൾ നോക്കാതെ ഫലം കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതിൻ്റെ കാരണം ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ. ജീവൻ്റെ വൃക്ഷമായ, ജീവൻ്റെ ദാതാവായ, ജീവജല നദിയായ, ജീവൻ്റെ അപ്പമായ നമ്മുടെ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അതുകൊണ്ട് കാല് വെക്കുന്നത് നാമല്ല, പ്രവേശിക്കുന്നത് നാമല്ല, ദൈവമത്രേ പ്രവേശിക്കുന്നത്. മഹത്വത്തിൻ്റെ രാജാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നാം ഫലം കൊടുക്കുന്നവരായിരിക്കും. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ, നീ ഏത് ജീവിതത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും ഒന്ന് വിളിച്ചു പറയാൻ സാധിക്കുമോ, ഞാൻ ജീവൻ്റെ ദൈവത്തെ, ജീവൻ്റെ രാജാവിനെ, ജീവൻ്റെ ഉടയവനെ, ജീവൻ്റെ അപ്പത്തെ വഹിക്കുന്ന വ്യക്തി എത്രേ. അങ്ങനെയെങ്കിൽ എന്നിലൂടെ ജീവൻ്റെ ഫലം കായ്ക്കും. ഓരോ മാസവും ഫലം കായ്ക്കും. ഹല്ലേലൂയ. ഇത് വെയിൽ അടിച്ചാലും ഉഷ്ണം തട്ടിയാലും കാലാവസ്ഥ മാറിയാലും ഇതിൻ്റെ ഇല വാടിപ്പോകത്തില്ല. എൻ്റെ ഇല പോലും ഹല്ലേലൂയ എന്നിൽ പുറപ്പെടുന്ന ഇലകൾ പോലും ജാതികൾക്ക് രോഗശാന്തിക്കായി തീരും. ഇന്ന് രാവിലെ നമുക്കത് വാ കൊണ്ടൊന്ന് ഏറ്റുപറയാം. നമ്മുടെ ഭവനത്തിനകത്ത് കാല് വെക്കുമ്പോൾ പറയണം, അവിടെ ഫലം കായ്ക്കും. ഭവനത്തിന് പുറത്തേക്ക് പോകുമ്പോൾ പറയണം, ഇവിടെയും ഫലം കായ്ക്കും. എല്ലാവർക്കും വേണ്ടുന്ന ഫലം കൊടുക്കുവാൻ തക്കവണ്ണം കൊള്ളാവുന്ന ജീവിതമായി തീരുവാൻ, ഫലദായകമായ ജീവിതമായി തീരുവാൻ കർത്താവ് നമ്മെ
ബലപ്പെടുത്തട്ടെ. ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പാകണം, നമ്മിൽ വസിക്കുന്ന ദൈവം ഹല്ലേലൂയ അത്ഭുതങ്ങളുടെ രാജാവത്രേ, അവൻ മതിയായ ദൈവമത്രേ. ഏത് ജീവിത സാഹചര്യത്തിലും നമ്മെ മാനിപ്പാൻ, നമ്മെ ഉയർത്താൻ നമ്മുടെ ദൈവം വിശ്വസ്തനാ. കർത്താവ് നമ്മിലൂടെ വെളിപ്പെട്ട് വരുമ്പോൾ, കർത്താവിൻ്റെ മഹത്വം വെളിപ്പെട്ട് വരുമ്പോൾ സകല ജാതികളും അത് തിരിച്ചറിയും, സകല ദേശക്കാരും അത് തിരിച്ചറിയും. ഹല്ലേലൂയ. ഓരോ മാസവും അതതിൻ്റെ ഫലം കായ്ച്ച് ഇല വാടാത്ത വൃക്ഷം പോലെ ഇരിപ്പാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. നദിയുടെ അക്കരയ്ക്കും നദിയുടെ ഇക്കരയിലും ജീവവൃക്ഷം ഉള്ളതുപോലെ ഈ കാലഘട്ടങ്ങളിൽ ദൈവമഹത്വത്തിനു വേണ്ടി ദൈവം നമ്മെ പ്രയോജനപ്പെടുത്തുമാറാകട്ടെ. കർത്താവിൻ്റെ മഹത്വം നമ്മിലൂടെ വെളിപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവ് ഇന്ന് പകൽക്കാലവും വിശ്വസ്തനായ ദൈവമാണ്. ഇന്ന് പകൽക്കാലവും അവൻ മതിയായ ദൈവമാണ്. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും ഹല്ലേലൂയ കാട്ടിലെ മൃഗങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നവൻ ഓരോരുത്തർക്കും വേണ്ടുന്നത് എന്തെന്ന് നന്നായിട്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ദൈവമത്രേ. അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം അതതു മാസത്തിൻ്റെ ഫലം തന്ന് നമ്മെ മാനിക്കും. അതതു മാസം നമ്മെ ജയത്തോടെ ഹല്ലേലൂയ അവൻ നടത്തും. ഒരു മാസമോ ഒരു ദിവസമോ മാത്രമല്ല, 12 മാസവും നമ്മെ ജയത്തോടെ നടത്താൻ ഈ കർത്താവ് വിശ്വസ്തനത്രേ, മാറാത്തവനത്രേ, അത്ഭുതം ചെയ്തവനത്രേ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലാ കാലത്തും എല്ലാ സമയത്തും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.